യെസ്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ്. ഈ ഒരു വിജയത്തിൻ്റെ സന്തോഷമായിട്ട് എല്ലാവരും ഒരു 1K ലൈക്കിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക. നമ്മുടെ ഇൻ്ററിം ഹെഡ് കോച്ചായ TJ പുരുഷോത്തമൻ ഇന്നത്തെ മാച്ച് കഴിഞ്ഞ ശേഷം, അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹമ്മദ് അനുസരിച്ച് മാച്ച് കഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു മാച്ചിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇനിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അത് ഇങ്ങനെയാണ്. അതായത് ഞങ്ങൾ വലിയ മാറ്റങ്ങളൊന്നും ഈ ഒരു ടീമിൽ നടത്തിയിട്ടില്ല എന്നാണ് ഞാനും അതുപോലെ തന്നെ ഇപ്പോൾ വന്ന തോമസ് ടോർഷ് ഉൾപ്പെടെയുള്ള കോച്ചുമാർ വലിയ മാറ്റങ്ങളൊന്നും ഈ ഒരു ടീമിൽ ഇതുവരെ നടത്തിയിട്ടില്ല. പക്ഷേ എന്താ പറയുക, ടീമിൻ്റെ പെർഫോമൻസ് ഈ ഒരു മാച്ചിൽ വേറെ ലെവലായിട്ട് മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ കളിച്ചു. അതുപോലെ ഞാൻ എൻ്റെ പിള്ളേരോട് പറയുന്നത്, അതായത് ഞങ്ങൾ പ്ലേയേഴ്സിൻ്റെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വിജയം വലിയൊരു മോട്ടിവേഷനായിട്ട് എടുക്കണം മുന്നോട്ടുള്ള വിജയങ്ങൾക്കായി. സോ എന്തായാലും ആ തരത്തിലുള്ളൊരു മോട്ടിവേഷനാണ് ഞാൻ എന്താ പറയുക ഈ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്ലേയേഴ്സിന് നൽകിയിരിക്കുന്നതെന്നാണ് TJ പുരുഷോത്തമൻ പറഞ്ഞത്. എന്തായാലും ഇതൊരു മോട്ടിവേഷനായി മാറട്ടെ ഈ ഒരു വിജയം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ മലയാണ് ഇനിയും കയറാനുള്ളത്. കാരണം അത്രയധികം മാച്ചുകൾ നമ്മൾ തോറ്റ് കഴിഞ്ഞു. സോ മിനിമം ഒരു എന്താ പറയുക പ്ലേ ഓഫ് എന്ന് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ഈ ഒരു പ്ലേ ഓഫ് എന്ന് പറയുന്നത്. കാരണം ഞാൻ ഓൾവേസ് ഷീൽഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ഷീൽഡ് വിജയിച്ച് നമുക്ക് AFC റെപ്രസെൻറ്റ് ചെയ്യാം. കൂവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ നമുക്ക് കാണാം. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ ഷീൽഡാണ് എൻ്റെ മനസ്സിൽ. സോ ഒരു പ്ലേ ഓഫ് എന്ന് പറയുന്നേ എനിക്കിഷ്ടമല്ല. അതായത് ഒരു 13 ടീമുള്ള ഗ്രൂപ്പിൽ 6ാമതായിട്ട് ഫിനിഷ് ചെയ്ത് പ്ലേ ഓഫിലേക്ക് കയറുന്നതെന്ന് പറയുന്നത് സോ അത്രതൊരു എന്താ പറയുക ഒരു ഇതായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ എന്തായാലും പ്ലേ ഓഫ് അത് പറയാനൊട്ടും ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്. എന്തായാലും പ്ലേ ഓഫ്